Test for the absolute or conditional convergence of summation n equal to 1 to infinity minus 1 raised to n plus 1 into n square divided by n cube plus 1. അപ്പൊ അബ്സല്യൂട്ട് കൺവേർജൻസും അതുപോലെ കണ്ടീഷണൽ കൺവേർജൻസും എന്താണെന്ന് അറിയണം. അബ്സല്യൂട്ട് കൺവേർജന്റ് ആണെന്ന് പറയണമെങ്കിൽ ഇപ്പോ ഒരു സീരീസ് ഇങ്ങനെ ഒരു സീരീസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ സമ്മേഷൻ n equal to 1 to infinity mod an ഈസ് കൺവേർജന്റ് ആണെങ്കിലാണ് എന്തെന്ന് പറയാ, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇഫ് summation n equal to 1 to infinity an is convergent and summation n equal to 1 to infinity mod an is divergent, then the series is conditionally convergent. ഓക്കെ, അപ്പൊ മോഡ് an കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്നാണ് ഫസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സീരീസ് an is equal to എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മൈനസ് 1 റേസ് ടു n പ്ലസ് 1 n സ്ക്വയർ ഡിവൈഡഡ് ബൈ n ക്യൂബ് പ്ലസ് 1 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മോഡ് an എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ മൈനസ് 1 പോകുന്നല്ലേ ഉള്ളൂ, ദാറ്റ് ഈസ് n സ്ക്വയർ ബൈ n ക്യൂബ് പ്ലസ് 1 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ ഈ ഒരു ടേം കൺവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി, അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആണോ എന്ന് അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഏതാ, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് അല്ലേ കുറച്ചും കൂടി എളുപ്പം. ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, ഇതൊരു പോളിനോമിയൽ ഫോമിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ലിമിറ്റ് കമ്പാരിസൺ എടുക്കണമെന്ന് മാത്രം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള an is equal to എന്താണ് n സ്ക്വയർ ബൈ n ക്യൂബ് പ്ലസ് 1 എന്നാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതിൽ നിന്ന് എന്നിന്റെ ഹയസ്റ്റ് പവർ പുറത്തേക്ക് എടുത്തു, അതുപോലെ താഴെ നിന്നും ഹയസ്റ്റ് പവർ പുറത്തേക്ക് എടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ, ഗെറ്റ് ക്യാൻസൽഡ്, n സ്ക്വയർ n ക്യൂബും കട്ട് ചെയ്ത പിന്നെ എന്താണ് n അല്ലേ ഉണ്ടാവുള്ളൂ, അതായത് 1 ബൈ n ഇൻറ്റു 1 പ്ലസ് 1 ബൈ n ക്യൂബ്. അപ്പൊ ഇതില് n-ന്റെ ഈ ഹയസ്റ്റ് പവർ ഉള്ള ടേം ഇല്ലേ, അതിനെയാണ് നമ്മൾ bn ആയിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ bn is equal to എന്തെന്ന് എടുത്തു, ഞാൻ 1 ബൈ n ആക്കിയിട്ട് എടുത്തു. ഓക്കെ, മോഡുലസ് തീർന്നോട്ടെ. ഓക്കെ, ഇനി ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് എന്താ ചെയ്യുക, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് an ബൈ മോഡ് bn ആണ് ഞാൻ ചെയ്യാൻ പോണത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an എന്താണ്, ഈ ടേം എഴുതിയ പോരെ നമുക്ക്, 1 ബൈ n ഇൻറ്റു 1 പ്ലസ് 1 ബൈ n ക്യൂബ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 ബൈ n വരും. ഈ n ഗെറ്റ് ക്യാൻസൽഡ്, ഇനി n ഉള്ളവർക്കൊക്കെ ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പൊ എന്തെന്ന് വരും, 1 ബൈ 1 പ്ലസ് 1 ബൈ ഇൻഫിനിറ്റി, 1 ബൈ ഇൻഫിനിറ്റിയുടെ വാല്യൂ 0, നിങ്ങൾക്ക് എന്തെന്ന് കിട്ടി, 1 എന്ന് കിട്ടി. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ നമുക്ക് എന്താണ് കിട്ടിയത്, ഫൈനൈറ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. സോ therefore എന്താ നമ്മൾ പറയുക, ഫൈനൈറ്റ് വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്തെന്ന് പറയും, ഇഫ് mod an converges bn also converges if an diverges bn ഓൾസോ ഡൈവേർജസ്. അതാണ് അതിന്റെ അർത്ഥം. ഒരെണ്ണം കൺവേർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേതും കൺവേർജ് ആവും, മറ്റേത് ഒരെണ്ണം ഡൈവേർജസ് ആയിട്ടുണ്ടെങ്കിൽ മറ്റേതും ഡൈവേർജസ് ആവും. അതാണ് അതിന്റെ മീനിങ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് അറിയണം. അപ്പൊ bn നോക്കി നോക്കിയാൽ അതൊരു p സീരീസ് പോലെയല്ലേ എടുക്കുന്നത്. അപ്പൊ നമുക്ക് യൂസിങ് p സീരീസ് ടെസ്റ്റ്, നമ്മൾ p സീരീസ് ടെസ്റ്റ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, p സീരീസ് ടെസ്റ്റ് എന്താ, സമ്മേഷൻ 1 ബൈ n raised to p ആന്ന് വിചാരിക്കുക. It is convergent if p is greater than 1, is divergent if p is less than or equal to 1. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്
പിയുടെ വാല്യൂ എന്താ വന്നിട്ടുള്ളത്? 1 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? കണ്ടാ 1/n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? പിയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, bn is divergent. എങ്ങനെയാണ്? സിൻസ് ഇവിടെ പിയുടെ വാല്യൂ 1 അല്ലേ വന്നത്, അതുകൊണ്ട് എന്താണ്? bnന്റെ വാല്യൂ ഡൈവേർജന്റ് ആണ്. സോ therefore mod an is also divergent. ഇത് ഡൈവേർജന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് പറയാ? ഇത് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് അല്ല, അല്ലല്ലോ. ഇത് ഡൈവേർജന്റ് വന്നതുകൊണ്ട് നമുക്ക് ഇനി ഏതാണ്? കണ്ടീഷണലി കൺവേർജന്റ് ആവാനാണ് നമുക്ക് ചാൻസ് ഉള്ളത്, അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ കിട്ടിയത്? bn ഈസ് ഡൈവേർജന്റ് ആണ്, അതുകൊണ്ട് തന്നെ an ഈസ് ഓൾസോ ഡൈവേർജന്റ് ആണെന്ന് കിട്ടി. അപ്പൊ ഇനി അബ്സല്യൂട്ട് കൺവേർജന്റ് ആവാനുള്ള ചാൻസ് ഇല്ല, പകരം എന്തായിരിക്കും? കണ്ടീഷണലി കൺവേർജന്റ് ആവാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. അപ്പൊ അതിന് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇനി ഒന്നും കൂടി ഉണ്ടല്ലോ. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഇനി എന്ത് ചെയ്യണം? an കൺവേർജന്റ് ആണെന്ന് കാണിക്കണം. ഓക്കെ, അപ്പൊ അത് കൺവേർജ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഏത് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യാറ്? ലെബിനിൻസ് ടെസ്റ്റ്. അപ്പൊ നമുക്കിവിടെ ലെബിനിൻസ് ടെസ്റ്റിന്റെ എങ്ങനെ ചെയ്യാൻ നോക്കാം. ലെബിനിൻസ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് the summation n equal to 1 to infinity minus 1 raised to n plus 1 an converges if an is greater than or equal to an plus 1. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലിമിറ്റ് n tends to infinity an equal to 0 ആവണം. ഇതാണ് ലെബിനിൻസ് ടെസ്റ്റ്. അപ്പൊ ഇതാണ് നമുക്കിനി ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? an എടുത്ത് എഴുതുക. an is equal to n square by n cube plus 1 ആണ്. ഇപ്പൊ നമ്മുടെ an plus 1 നോക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു n ഉള്ളവർക്കൊക്കെ എന്താകും? n plus 1 എഴുതുക. n plus 1 all square divided by n plus 1 all cube plus 1. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റത്തെ എന്താ? n must be greater than or equal to n plus 1. നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതി. അപ്പോ n equal to 1 നമ്മൾ വാല്യൂ കാണാം. a1 is equal to എന്താണ്? 1 by 1 plus 1, that is 1 by 2 എന്ന് വെച്ചാൽ 0.5 കിട്ടും. ഇനി a2 is equal to എന്താണ്? 1 plus 1 all square divided by 1 plus 1 all cube plus 1. അതായത് 4 by 9 ആണ് വരുന്നത്, that is 0.44 ആണ്. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? n is greater than or equal to n plus 1 ആണെന്ന് എഴുതാം, അല്ലേ? കിട്ടിയില്ലേ ഇത്? a1 is ഗ്രേറ്റർ ദാൻ a2 അല്ലേ കിട്ടിയത്? അപ്പൊ എന്താണ്? ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ലിമിറ്റ് n tends to infinity an equal to, that is limit n tends to infinity n എന്തായിരുന്നു? n square by n cube plus 1 അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? n സ്ക്വയറിനെ മുകളിൽ പുറത്തേക്ക് എടുക്കുക. n സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ n സ്ക്വയർ പുറത്തേക്ക് എടുത്താൽ n plus 1 by n square എന്നാണ് കിട്ടുക. n square get cancel. ഇനി എന്ത് ചെയ്യുക? n ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ കൊടുത്തു നോക്കിയ ഇൻഫിനിറ്റി പ്ലസ് 1 by ഇൻഫിനിറ്റി ആണ്, അതായത് ഒരു ഇൻഫിനിറ്റി തന്നെ. 1 by ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്താ? 0 ആണ്. അപ്പൊ ലെബിനിൻസ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? സോ summation n equal to 1 to infinity minus 1 raised to n plus 1 an converges. അല്ലേ? ഇപ്പൊ ഇവിടെ an കൺവേർജസ് ആണ്, മോഡ് an ഡൈവേർജന്റ് ആണ്. അപ്പൊ എന്താണ്? the series is conditionally convergent. ഓക്കെ, ഇത്രയേ ഉള്ളൂ.